ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെസ്സേജ് അയക്കില്ല, എന്റെ അമ്മയാണ് എല്ലാം നോക്കുന്നത്. എത്ര പേർക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് എന്നോടൊന്ന് പറയണം. പോണ്ടിച്ചേരി കിടക്കുന്ന ഫ്രണ്ട്സിന് വരെ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് എന്റെ കൂടെ മറ്റേ LKG മുതൽ പഠിച്ച കൊച്ച്. ഒരു വീക്ക്നെസ് ആണ്. അല്ല എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പൊ എല്ലാരും അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പൊ ഞാൻ മാത്രം മാറ്റി പിടിച്ചിട്ട് ഇതാവണം നന്നാവണം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തന്നെ അതങ്ങ് എടുത്തു. ചിക്കൻ കറി, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വേണമെങ്കിൽ ഗരം മസാല ഇടാവും. മസാല അല്ലാതെ വേറെ എന്തൊക്കെ ഇടും? സവാള, തക്കാളി, ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം എനിക്കിഷ്ടം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അമ്മ ഉണ്ടാക്കുന്നത്? അമ്മ ഉണ്ടാക്കുന്നതിൽ മിക്കാറുള്ള ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കിഴങ്ങ് വായിക്കോട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഉടനെയോടെ നേരം കൊടുക്കുന്നില്ലേ? എന്നാലിപ്പോ ശരിക്കും ഭയങ്കര പ്രൗഡല്ലേ? പിന്നെ തീർച്ചയായിട്ടും ആണോന്നോ 1000 തവണ പറയേണ്ടി വരും. പിന്നെ നമ്മള് അന്നത്തേന്ന് പറഞ്ഞാൽ സീറോ എന്ന് പറയും. സീറോ എന്നൊന്നുമല്ല, മൈനസ് എന്ന് പറയേണ്ടി വരും. മൈനസിന്ന് വന്ന് സീറോയിൽ വന്നിട്ട് എല്ലാവരും സീറോയിൽ നിന്നാണ് വരുന്നത്. നമ്മൾ മൈനസ് ആയിരുന്നു, ഒന്നുമില്ലായ്മയുടെ ബാക്കിലായിരുന്നു. ഞങ്ങള് മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയും. ഞാൻ മരിക്കാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആളാണ്. നല്ല കുറച്ച് കടങ്ങൾ, ഓൾമോസ്റ്റ് ഒരു 12 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. 25 ലക്ഷം ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്താണ് കുട്ടിക്കലവറയിൽ വരുന്നത്, ഫ്ലവേഴ്സിൽ. അപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കലവറയിലേക്ക് പോകുമ്പോൾ പോകാൻ വണ്ടിക്കൂലി പോലും ഉണ്ടായിരുന്നില്ല. ₹100 10 ഉടുപ്പ്, അതായത് ഓരോ എപ്പിസോഡിനും ഓരോ ഡ്രസ്സ് ഇടും. ആ സമയത്തേക്ക് വീട് ജപ്തിയുടെ വക്കിലേക്ക് എത്തി. പിന്നെ ലൈഫ് നമുക്കെല്ലാം തിരിച്ചു തരിക എന്ന് പറയത്തില്ലേ, അങ്ങനെ പതിയില്ലേ ഉറുമ്പ് അരിമണി ശേഖരിക്കുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ വെച്ചാണ്. അതായത് സ്വന്തം വീട്ടിൽ നിന്നും ഞങ്ങൾ വാടകയ്ക്കൊരു വീട് എടുക്കാൻ പോലുള്ള വഴി നമുക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കയറി വന്നതുകൊണ്ട് ഉപ്പുമുളകിൽ കയറി 2ാമത്തെ ഷെഡ്യൂളായപ്പോൾ വീടിൻ്റെ കടം വീട്ടി. അതായത് 9 വയസ്സിൽ വീടിൻ്റെ കടം വീട്ടിയ ആളാണ്. The flavor of India packed with love. Firas Spices. ഓക്കെ, അങ്ങനെ നമ്മുടെ അൽസാബത്തിന്റെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് ഇവിടെ മുഖംമൂടി അഴിഞ്ഞു വീടാൻ പോവാണ്. ആദ്യം തന്നെ വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അവിടെ വൈബില്ലാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുമല്ലായിരുന്നു. പക്ഷെ അവിടുന്ന് ചില നഗ്ന സത്യങ്ങൾ തുറന്നു പറയുമ്പോ ഞങ്ങൾക്ക് അത് ക്യാമറയുടെ മുന്നിൽ പറയാൻ ഭയങ്കരമായിട്ട് നന്മമരം കളിച്ചാൽ അത് ശരിയാവത്തില്ലല്ലോ. അതാ എന്തൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെസ്സേജ് അയക്കില്ല, എന്റെ അമ്മയാണ് എല്ലാം നോക്കുന്നത്. എത്ര പേർക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് എന്നോടൊന്ന് പറയണം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ വരാറുണ്ട്. അയാൾ തന്നെയാണ് മെസ്സേജുകൾ അയക്കുന്നത്. ഫ്രണ്ട്സ്, ഗേൾസും ബോയ്സും ഉണ്ട്. LKG മുതൽ പഠിച്ച ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. എന്നിട്ടാണ് ഇത്രയും വലിയൊരു കള്ളം. ഞാനത് വാട്സപ്പിന് പകരം ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇൻസ്റ്റയിലായിട്ട് വരുന്ന മെസ്സേജുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. പോണ്ടിച്ചേരി കിടക്കുന്ന ഫ്രണ്ട്സിന് വരെ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് എന്റെ കൂടെ മറ്റേ LKG മുതൽ പഠിച്ച കൊച്ച്. കുറച്ച് ഇവിടെ മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ മെസ്സേജ് അയക്കാറില്ല. ഈ മെസ്സേജ് ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ഒരു കാര്യം സത്യസന്ധമായി പറയാം, ഫോട്ടോ ഇടുന്നത് മിക്കവാറും ഞാനായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടായിരിക്കും ഒരു ഫോട്ടോ ഇടറേ കുറേ ദിവസമായി ഇൻസ്റ്റ ഒന്ന് അനങ്ങട്ടെ എന്ന് പറയുന്നത്. അല്ലാത്തൊക്കെ മെസ്സേജിനൊക്കെ പക്ഷെ നേരത്തെ, അതായത് ഒരു 8-9 പഠിക്കുന്ന സമയത്ത് മെസ്സഞ്ചറിലായിരുന്നല്ലോ ആ ടൈമില്. അപ്പോൾ നിറയെ പ്രൊപ്പോസൽസ്, കേശു ചേട്ടാ എന്നൊക്കെ പറഞ്ഞു വരാറുണ്ടായിരുന്നു പല കുട്ടികളും. ചിലര് ഏജ് പറഞ്ഞിടും, ചിലര് കാസ്റ്റ് പറഞ്ഞിടും.
അപ്പൊ നമുക്ക് ഒന്നും പക്ഷെ എന്റെ അടുത്ത് പറയാറില്ല. എന്റെ അമ്മയുടെ അടുത്ത് മാത്രമേ അമ്മ എന്നെ പറയാറുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാ പിന്നെ അന്ന് 2.5 കൊല്ലം ഇതുപോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോട് ഞാനെന്ത് പറയാനാ. ശരിയാ. ഇപ്പൊ ഒന്നും വരാറില്ല ഇപ്പൊ. ഇപ്പം വരുന്നുണ്ടോന്ന് അയാൾക്കല്ലേ അറിയാം, എനിക്കറിയില്ല. പറ. ഫിഷി. എന്നിട്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു. ഹാൻഡിൽ വിത്ത് ഒരു ഉത്തരം തരുന്നത്. ഇപ്പൊ എല്ലാ അമ്മേനോട് പറയാലോ, ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ നിങ്ങൾ അവര്. അപ്പൊ എന്തൊക്കെ വന്ന് പറയാറുണ്ടോ? എല്ലാം പറയുന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതൊരു വിശ്വാസമാണ്. അത് ശരിയാ, വിശ്വാസമാണ് എല്ലാം. കോളേജിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറ്റിരിക്കുന്ന പരിപാടി കാണുന്നുണ്ട്. എന്തൊക്കെ പറയാറുണ്ട്? കോളേജിലെ കാര്യങ്ങൾ പറയും. പിന്നെ എന്താ പോകുന്നതും തിരിച്ചു വരുന്നവരുടെ വഴിയിലുള്ള കാര്യങ്ങളും. മുൻകൂർ ജാമ്യം എടുക്കുമെന്ന് പറയുന്ന പോലെ വിശ്വസിക്കരുത്. ശരിക്കും ഇതില്ലേ, നമ്മളിങ്ങനെ എല്ലാം പക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോ അവരെല്ലാം പ്ലാൻ ചെയ്ത് എനിക്ക് പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാം, ഇയാൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോ. അമ്മയോട് ഞാൻ കത്തിരാ എന്നാ ശരി അമ്മ. ഒന്നുമില്ല കത്തി കുറച്ചുകൂടെ മുറിച്ചു കൂട്ടാ അപ്പുറത്തെ സൈഡ്. ഇല്ല, അതിനൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പ്രായത്തിൽ കുട്ടികളല്ലേ, തോന്നും. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഈ പ്രായത്തിലേ പറ്റുള്ളൂ. അല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിന് പോകുന്നതിനെക്കാട്ടിലും ഇപ്പൊ ചെയ്യുവാണെങ്കിൽ അത് ഓക്കെ. പക്ഷേ പിന്നെ വീട്ടിൽ വന്നിട്ട് കിടന്ന് ഷോ കാണിക്കല്ലേ. ഇല്ല, എന്റെ പില്ലോ നനയ്ക്കരുത് പറയും. തേപ്പ് ഇട്ടിട്ടല്ലേ. അത് ശരിയാ. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അമ്മേനെ എവിടെ കിട്ടും? ഉമ്മിൽ എന്തുണ്ടല്ലോ. എപ്പോഴെങ്കിലും തേപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇവനെ ആർക്കും പിടി കൊടുക്കത്തില്ല. പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല, അതൊക്കെ നമുക്കും അറിയാം. പക്ഷേ അവരുടെ ധാരണ കോളേജിലുണ്ട്, അല്ലെ പഠിക്കുന്നിടത്തുണ്ട്, അല്ലെ സെറ്റിൽ ഉണ്ട്, ഫീൽഡിലുള്ള ആരെങ്കിലും ആയിരിക്കും അവര് കരുതും. ഫീൽഡിലുള്ളവർ വിചാരിക്കും, ഓ ഇവന് കോളേജിലുണ്ട്. ഇവനെ അങ്ങനെ അല്ല വരാല് പോലെ പിടി കൊടുക്കത്തില്ല. പക്ഷേ ഗേൾസ് ഹി സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ആണോ? റെഡി ടു മിംഗിൾ ആണോ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ താല്പര്യം ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം, അല്ലെങ്കിൽ കുറച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി അങ്ങനെയൊന്നും ഉണ്ടല്ലോ ഓൾറെഡി. അല്ല, അങ്ങനെയൊന്നും ഒരു പ്രത്യേകതരമായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. ഒരു 10-28 വയസ്സൊക്കെ ആവുമ്പോഴത്തേന് റിലേഷൻഷിപ്പിൽ പോകും. അല്ല, ഇപ്പൊ കണ്ടുപിടിച്ച് ഇഷ്ടമായി പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, അവനവന്റെ മനസ്സല്ലേ. ഇപ്പം പഴയ കാലഘട്ടമല്ലല്ലോ. കറക്റ്റ് മറ്റേത് ഇത് ചോദിക്കണ ചോദ്യം ഞാൻ കറക്റ്റ് പറയട്ടെ. ഈ മുട്ട എത്ര മണിക്കൂർ കൊണ്ട് തിളക്കും? ഒരു 15 മിനിറ്റ് കൊണ്ട് മുട്ട പുഴുങ്ങി കിട്ടും. അപ്പൊ ഈ റിലേഷൻഷിപ്പ് എത്ര നാള് കാണും? അത് ആക്ച്വലി ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ പോണം എന്ന് വിചാരിച്ചിട്ട് ഒരു മാരേജിൽ എൻഡ് ചെയ്യും, നല്ലൊരു ലൈഫിൽ നമ്മൾ പോലും അറിയാതെ തുടങ്ങുന്നുണ്ട്. ഇല്ലേ, നമ്മൾ പോലെ നിങ്ങൾ പോലും അറിയാതെ തുടങ്ങണത്. ഞാൻ പറഞ്ഞു പറയുമ്പോ എല്ലാം നമ്മളെന്നുള്ള സാധനം പറയും. ഓക്കെ, അപ്പൊ ഉമ്മ ആക്ച്വലി ഗ്രീൻ ഡ്രസ് ഇട്ട് എന്നിട്ട് ഗ്രീൻ സിഗ്നൽ ആണ് തന്നേക്കുന്നത്. ഞാനും പച്ചരി ഇട്ടേക്കണേ. പച്ച പിടിക്കുന്നില്ലല്ലോ. അതല്ലേ, എന്നിട്ടും പച്ച പിടിക്കുന്നില്ല. നേരത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് പൊതുവില് ഒരുപാട് പേരുടെ തേപ്പുകളും ഒരുപാട് പേരുടെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ 8 വയസ്സിൽ തുടങ്ങിയ അഭ്യാസമല്ലേ, ഈ അഭ്യാസം നമ്മുടെ ഫീൽഡ് അല്ലേ. അപ്പോ കോളേജിലും സ്കൂളിലും പോകുന്നതിന് അപ്പുറത്തേക്ക് ആൾക്കാരെ കണ്ട് ഇതെല്ലാം കണ്ടു കേട്ടിരിക്കുകയാണ്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓ ഇത് പ്രേമിച്ചാൽ എന്താവും, പണിയാകും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം അതാണ്. പക്ഷെ ഗേൾസ് ഫ്രണ്ട്സ്, ബോയ്സ് ഫ്രണ്ട്സ് എല്ലാവരും നല്ല കമ്പനിയാണ്. കാരണം അവര് വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പെൺകുട്ടികള് നല്ലതായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, LKG മുതൽ പഠിച്ച കുട്ടികൾ. മേഘ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറിന്റെ മകളെ, മിനി ടീച്ചറിന്റെ മകളെ, LKG കൂടുതൽ പഠിച്ചതാ. പിന്നെ ഒരു ഉത്തരയുണ്ട്. ഉത്തര കുട്ടിപ്പെട്ട ഉത്തരയുടെ കാര്യം പറഞ്ഞ അവൾ ഇപ്പോഴേ പറയാം, പഴയ കാര്യമൊന്നും പറയല്ലേ, അത് പറയില്ല. നന്ദിയുണ്ട്. അതല്ല, അത് കുട്ടിപ്പട്ടാളത്തിന്റെ സമയത്തുള്ള ഇവര് LKG പഠിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളല്ലേ,
അപ്പൊ അവരങ്ങനെ ഒരു ജസ്റ്റ് ഒരു ടോക്ക്, ആ ഒരു ഇത് വേണ്ട, താൻ നശിപ്പിക്കണ്ട, ഞാൻ തന്നെ പറയാത്. അൽസാമത്തെ താൻ കിടക്കുന്നത് ഇത് പറഞ്ഞു താനൊക്കെ കൂടി ഇത് കറക്റ്റ് കട്ട് ചെയ്തിരുമ്പോ വേറെന്തോന്ന് പറഞ്ഞിട്ട് അമ്മ വരും. സത്യം മാത്രമേ അറിയുള്ളൂ. അല്ല, പിന്നെ അവളും LKG ഇവനും LKG, കുഞ്ഞു കുട്ടികളല്ലേ. അപ്പൊ അൽസാബിത്ത് ഞാൻ ഇതിനെ കല്യാണം കഴിച്ചോട്ടെ. ഇത്രേ ഉള്ളൂ. ഞാൻ ഈയിടയ്ക്ക് ചോദിച്ചായിരുന്നു, നീ അന്ന് പറഞ്ഞത് നീ ഇനിയും ഞാൻ പറയില്ല, സെൻസർ ആയിരുന്നു. അവളിപ്പൊ പറയും എങ്ങനെ. അപ്പൊ ഇവൻ പറഞ്ഞു ഇല്ല നീ പോയി താലിയും മാലയും വാങ്ങിച്ചോണ്ട് പടിയെന്ന് ഇവൻ പറഞ്ഞു. അന്ന് ഇവൻ പറഞ്ഞു നീ പോയി താലിയും മാലയും മേടിച്ചു. ഞാനൊന്ന് കുഞ്ഞായിരുന്നല്ലോ. പിറ്റേ ദിവസം ഞാൻ ബസ്സിൽ കയറ്റാനായിട്ട് സ്കൂൾ ബസ്സിൽ കയറ്റാൻ വിട്ടപ്പോഴും ടീച്ചർ പറയുന്നത് അറിഞ്ഞായിരുന്നോ മോന്റെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞേ ഒരു വാക്ക്. അങ്ങനെയാണ് അത് കഴിഞ്ഞു പോയി. കുഞ്ഞുങ്ങളല്ലേ, പക്ഷെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, സൗഹൃദം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും. അമ്മോളുടെ ബർത്ത്ഡേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, വരുമായിരുന്നു. നല്ല കുട്ടിയാണ്. ബാക്കി ആണുങ്ങളുടെ കാര്യം ഇല്ല, അഗസ്റ്റിന്, ഐസണ്, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കോളേജില് ഇപ്പൊ മേഘയ്ക്ക് തന്നെ എന്തെങ്കിലും ഒരു സജഷൻ വേണമെങ്കിൽ വിളിക്കും. ആന്റി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യും. എന്നാലും പക്ഷെ നമ്മള് പറയുമല്ലോ ഇങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് പറക്കിയെടുത്ത ചില എന്താ പറയുന്ന കുറച്ച് തന്തവൈബുള്ള കുട്ടികൾ എല്ലാം കൂടെ ഒരുമിച്ച്. അല്ല എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പൊ എല്ലാരും അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പൊ ഞാൻ മാത്രം മാറ്റി പിടിച്ചിട്ട് ഇതാവണം നന്നാവണം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തന്നെ അതങ്ങ് എടുത്ത്. ഇവര് ഉദ്ദേശിക്കുന്നത് മെച്യൂരിറ്റി കൂടി പോയി. മെച്യൂരിറ്റി ഇവനല്ലേ. നമുക്ക് അടുത്ത പിടിക്കാം. എന്നിട്ട് അറിയാം, ഒരു സാധനം അവിടെ നിന്ന് എടുത്തോണ്ട് വേടാന്ന് പറഞ്ഞ അപ്പൊ അതിന് കൂടുതൽ സാധനം ഇരിക്കണമെന്ന് വെച്ചു. അതവൻ തൊടത്തില്ല. പണ്ടൊക്കെ പറയണ 10 കപ്പലിൽ എടുത്തോണ്ടോ 10 എണ്ണി കൊണ്ട് തുടങ്ങുക തെറ്റാണോ? പിന്നെ എനിക്ക് മനസ്സിലാക്കി പറഞ്ഞതൊന്നും ഒരു ലോജിക്കില്ല, പറയുന്ന ഒന്നും ചെയ്യേണ്ട വേറൊന്നും. സീരിയസ്ലി ഞാൻ സീരിയസ് ആയിട്ട് നമ്മൾ എത്ര കപ്പലിനോട് കൊടുക്കും? കുറച്ച് കപ്പലിൽ കുറച്ചെടുക്കുക അല്ലേ? പിന്നെ പോട്ട് ഇവിടെ ഇരുന്നിട്ട് എടാ പിന്നെ കിടക്കിയിരിക്കും തൊട്ടപ്പുറത്തിരിക്കും സാധനം. എടാ പിന്നെ അതിങ്ങടുത്ത് കിടക്കണത് ചീപ്പ്, ഫോണ്, ടൈഗർ ബാമ്പ്, മറ്റേത് മറിച്ച് ഒരു 10-250 സാധനം കാണും. പറ, നിങ്ങൾ ഏത് കൊടുക്കും? നിങ്ങളാണെങ്കിൽ ഏതെടുത്ത് കൊടുക്കും? അത് ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യുന്നതല്ലേ. മോനെ അതിങ്ങ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അത് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും അവസാനം എല്ലാം എടുത്തോണ്ട് പോകും. ഇന്നത്തെ ഏതാ ഉടനെ എല്ലാം എടുത്തോണ്ട് വന്ന് എടുത്തു. ഇനിയിപ്പോ നീ തിരിച്ചുകൊണ്ട് മര്യാദക്ക് ഞാൻ വെച്ചോണ്ട് വെച്ചേക്കണം. എല്ലാ അവസാനം വെച്ച സ്ഥലത്ത് കാരണം കാണൂല. കുറച്ച് മനസ്സിലായി. നല്ല വൈബാ. വീട്ടിലെങ്ങനെ സഹായിക്കാറൊക്കെ ഉണ്ടോ? കൊല്ലപ്പെട്ട കുഞ്ഞാ, എല്ലാ പണിയെടുക്കും. പെർ ഡേ 5,000 rupees ഒള്ളി വീട്ടിലെ ശമ്പളം. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ 2 ഉള്ളി എടുത്തോണ്ട് വന്നാൽ എണ്ണി 2 ഉള്ളി എടുത്തോണ്ട് തരും. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്തോണ്ട് പോകുന്ന പറഞ്ഞാൽ അതിന് കൂടെ ഒരു ഗ്ലാസ് എടുത്തോണ്ട് പോകത്തില്ല, ഒറ്റ ഗ്ലാസ് എടുത്തോണ്ട് പോകും. എല്ലാം സഹായിക്കും, നന്നായിട്ട് സഹായിക്കും. കിച്ചണിലെല്ലാം കയറും, പാചകം ചെയ്യും. പിന്നെ നന്നായിട്ട് പാചകം ചെയ്യും. ചിക്കൻ കറി ആണോ? പിന്നെ മുട്ട ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ പറയുന്ന നൂഡിൽസ് അല്ല, അതിനപ്പുറത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ദോശ, ചപ്പാത്തി. കണ്ടുപിടിക്കേ, ബാക്കിൽ നിന്ന് കമന്റ് കേട്ട് പഠിക്കുന്നത്. നൂഡിൽസ് അല്ല, ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കും. അല്ല, അപ്പൊ തന്നെ ചോദിക്കും ചമ്മന്തി അരക്കുന്നത് എങ്ങനെയാ? അത് ചമ്മന്തി അരക്കാൻ എനിക്കും അറിയില്ല, പക്ഷെ ബാക്കി അറിയില്ല. അറിയാവുന്ന സാധനങ്ങളുടെ പേര് എനിക്ക് ചോറ് വെക്കാൻ അറിയാം. കറക്റ്റ് വേവ് നോക്കി ചോറ് വെക്കാം. അത് കുക്കറിലല്ലേ ചോറ് വെക്കുന്നത്? റൈസ് കുക്കറിലല്ലേ? അപ്പൊ കറക്റ്റ് വേവില്ല, അതോടെ വെന്തോളത്തില്ലേ? റൈസ് കുക്കറിൽ കറക്റ്റ് ചോറ് വേവിനും ചേച്ചി വെക്കും. എന്നിട്ട് അതിനകത്ത് വേവ് തെറ്റിയാണോ അടിക്കും. എന്നിട്ട് ചിക്കൻ കറി വെക്കാൻ അറിയാം. ചിക്കൻ കറി, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വേണമെങ്കിൽ ഗരം മസാല ഇടാം. മസാല അല്ലാതെ വേറെ എന്തൊക്കെ ഇടും?
സവോള, തക്കാളി, പണിയറിയാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാം. എനിക്കിഷ്ടം. പിന്നെ എന്റെ അനിയത്തിക്ക് ഇഷ്ടം. കിഴങ്ങിനാകുമ്പോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റ് ആക്കി ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇടിച്ച് അല്ല. അപ്പൊ ചിക്കൻ കറി അങ്ങനെയാ. ഒക്കെ പിന്നെ ഈ പയറ്, കടല, പരിപ്പ് അതൊക്കെ കണ്ടാ തിരിച്ചറിയും അല്ലേ? അതല്ല അതൊക്കെ എനിക്ക് വെക്കാം. ശരി, ശരി, ശരി. അത്യാവശ്യം എനിക്കറിയാം. ഒറ്റപ്പെട്ടു പോയി ജീവിക്കാം. കടീന്റെ കളർ കറുപ്പ്. ഓക്കേ. കുട്ടി പഠിച്ചിരിക്കുന്നു. പാസ്സായില്ലേ? പാസ്സായി. ഓക്കേ. അമ്മ കുക്ക് ചെയ്യാറുണ്ടോ നന്നായിട്ട്? സൂപ്പർ കുക്കാണോ അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ കുക്കിങ് മാറ്റൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അമ്മ ഉണ്ടാക്കുന്നത്? അമ്മ ഉണ്ടാക്കുന്നതിന് മിക്കാറുള്ള ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കിഴങ്ങ് മയക്കോട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഉടനെയോടെ ദൈവം കൊടുക്കുന്നില്ലേ? 30 ദിവസം കിഴങ്ങ് പുഴുങ്ങി വെച്ച് കൊടുക്കുക. പുള്ളി ഇപ്പൊ സ്ഥിരം ഓൺലൈനിലാണല്ലോ ദൈവമേ. ശരി, കോളേജിൽ പോവാനേ എനിക്ക് എളുപ്പ സംഗതി. കോളേജിൽ ഇപ്പൊ രാവിലെ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് വേണം ഉച്ചക്ക്. ചപ്പാത്തി, ഇടിയപ്പം, രാവിലത്തെ ഇഡലി, ദോശ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ചോറ് വെച്ച് കൊടുത്തു. കാരണം ചോറാണേലും ഉച്ചക്ക് കഴിക്കും. മസ്റ്റാ. എനിക്കിഷ്ടം ചോറ്. പിന്നെ സൈഡില് ഈ പറഞ്ഞാല് ഈ ഒരു സാധനം, ഈ ഒരു ഐറ്റം പറഞ്ഞല്ലേ കുറച്ച് പേര് അതിന് വീണ്ടും വീണ്ടും പറഞ്ഞു അപമാനിച്ചു എന്ന് പറയും. ഈ ഒരു ഐറ്റവും പിന്നെ അല്ല ഈ ഒരു ഐറ്റം അടുത്ത ഐറ്റം പറയുന്നു. പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും വേണം. ചിക്കനോ വേണ്ടായിരുന്നു, ബീഫോ ഫിഷോ ഇല്ല, ഫ്രൈ വേണം, അങ്ങനെ എന്തെങ്കിലും വേണം. ചമ്മന്തി ഒന്നും വേണ്ട. അങ്ങനെ പിന്നെ എല്ലാ ഒരു ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഈ കേശുവിനെ പോലെ തന്നെ ഫുഡ് ആണോ അൽസാബിത്ത്? അല്ല അല്ലേ? കേശു എന്തും കഴിക്കും, എല്ലാത്തിനും ആർത്തിയാ. അതെ. അൽസാബത്തിന് തിന്നണ ഇല്ല. ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആ കിച്ചണിന്റെ പരിസരത്ത്. പിന്നെ ഫിഷ് ഫ്രൈ ആണെങ്കിലും അത് കഴിഞ്ഞ് എടുത്തു കൊടുത്താലേ ഒക്കെ ഉള്ളൂ. ചിക്കൻ ഫ്രൈയോടുള്ള അങ്ങനെ ഒരു പിടുത്തം. ബാക്കി എല്ലാ സാധനവും നോർമലി നമ്മള് കഴിക്കുന്ന പോലെ ചെറിയ തോതി കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത്തിരി തടി കൂടി അപ്പൊ തന്നെ കുറയ്ക്കും. ജിമ്മില് പോവും, ഫുഡും കുറയ്ക്കും. ഏറ്റവും കൂടുതൽ പിശുക്ക് ആർക്കാ നിങ്ങളുടെ? പിശുക്ക് ആർക്കാണ് ഞാൻ വേണേ ചൂണ്ടിക്കാണിക്കാം. വേണ്ട, കുപ്പി കാണിക്കാൻ സെറ്റ് ചെന്ന് അന്വേഷിച്ചാൽ ഇവന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്ന് സംഭവം പറയാം. ഇവന് കേരള വിഷൻ ടെലിവിഷന്റെ അവാർഡ് കിട്ടി. അപ്പൊ എന്തായാലും സാധാരണയായി നമ്മൾ എന്തെങ്കിലും ചെലവ് ചെയ്യണം, എല്ലാരും ചെലവ് ചോദിക്കും. വോട്ട് ചെയ്താണ് വിജയിച്ചത്. അവിടെ ചെലവ് ചോദിക്കുമ്പോ ഓരോ തവണ ഇവന് ഓരോന്നിന് ചെലവ് ചോദിക്കുമ്പോഴും ഇവന്റെ പറച്ചിലൊക്കെ എന്തുവാ, ലഡു 10 പൈസയുടെ ചോക്ലേറ്റ്, 1 രൂപയുടെ എക്ലേഴ്സ് ഒക്കെയാണ്. അപ്പൊ ഇവൻ പറഞ്ഞ് ലഡു വാങ്ങിച്ചു തരാന്ന്. അപ്പൊ തന്നെ ക്യാമറമാൻ എന്നെ വിളിച്ചു, ചേച്ചി ഇവന് വേണ്ടി ഞങ്ങൾക്ക് ഡീലില്ല, ഇവൻ പിശുക്കന, ഇവനെ ലഡു വാങ്ങിച്ചു തരാം, ഞങ്ങൾക്ക് ലഡു വേണ്ട. അവരുടെ ഭാഗ്യം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളല്ലാതെ അവന്റെ അടുത്ത് ആരെങ്കിലും ചെലവ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ മേടിച്ചു. 4 മണിക്ക് സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്രീം ബണ്ണ് മേടിച്ചു കൊടുത്തു. ക്രീം ബണ്ണ് മാത്രം, അത് മതി. അത് ഒരെണ്ണം രണ്ടാ കിട്ടുന്നു. എന്നിട്ട് ഞാൻ ക്രീം ബൺ അല്ല ഉദ്ദേശിച്ചത്, ഷവർമ 6 ഇഞ്ചാ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ ചേച്ചി ഇവൻ ഞങ്ങളെ പറ്റിച്ചു. ഇല്ല, ഞാൻ ഫുള്ള് അവരെ ഏൽപ്പിച്ചായിരുന്നു. അവരെന്താ ചെയ്തോളം പറഞ്ഞായിരുന്നു. അതെ, ഞാൻ അത്ര പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെ ആൾക്കാർ എന്നെ അവര് തന്നെ എന്നെ ഡയറക്റ്റ് വിളിക്കും. ഇവനുമായിട്ട് ഡീലില്ല, ഇവൻ പിശുക്കനെ വേണ്ട. അത് ചെറുതിലെ മുതലേ പണം ശീലിപ്പിച്ചൊന്നുമില്ല, ശീലിച്ചതാണ് സ്വയം. പണത്തിന്റെ മൂല്യം അറിഞ്ഞു വളർന്നത്. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളില് എങ്ങനെ പണം എത്ര ഉണ്ടെങ്കിൽ പൊക്കിയും കൂടെ പറ, ഇനി അവരുടെ പറ്റുള്ള അത് അന്ന് മുതലേ അങ്ങനെ ഒരു ചോയ്സ് എടുത്താലും
അന്ന് 8 വയസ്സ് 9 വയസ്സ് അല്ലെ 5 വയസ്സ് തൊട്ടുള്ള 5 വയസ്സിലായാലും ടോയ്സ് എടുത്തിട്ട് നോക്കും വില. ഇന്നത്തെ കുട്ടികൾ നോക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് നോക്കിയിട്ട് അയാൾക്കറിയാലോ എൻ്റെ കയ്യിൽ എന്ത് കാണുമെന്ന്. ഒരു 50 രൂപയ്ക്ക് മേളിലാണെ പുള്ളി അവിടെ വെച്ചിട്ട് പുള്ളി അങ്ങ് പോകും. എത്ര ഇഷ്ടപ്പെട്ടാണല്ലോ അവിടെ വെച്ചിട്ട് പോകും. പക്ഷെ ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ച് നോക്കത്തില്ല. കുറേ നേരം നോക്കി നിന്നിട്ട് അമ്മ പോവാ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. പക്ഷെ അങ്ങനെ നമ്മുടെ കയ്യിൽ അത് വരുമ്പോൾ ഞാനത് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ചെറുതിലെ മുതലേ പണത്തിന് മൂല്യം അറിയാം, വാല്യൂ അറിയാം. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഞാനെപ്പോഴും പറയും കുറച്ച് പിശുക്കുള്ളത് നല്ലതാണ്. ശരിയാ. അതെ, എന്നോട് പറയത്തില്ല പിശുക്ക്. അതായത് ഞാൻ പറഞ്ഞ് നടന്നു പോകാൻ എന്നെ കൊണ്ട് വയ്യാന്ന് പറയും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിശുക്ക് എന്താന്ന് പറയുമ്പോ ഇപ്പൊ വണ്ടിയൊക്കെ 18 വയസ്സായി, ലൈസൻസായി, കാറായി, ബുള്ളറ്റായി. കാർ എടുക്കാൻ പറഞ്ഞാൽ വേണ്ട, ബുള്ളറ്റിൽ പോയി എണ്ണ അല്ല അത് പക്ഷെ കറക്റ്റാ. എന്നാലും വണ്ടി മറ്റേ ഡീസലാണ്, ബൈക്കിന് പെട്രോളും മറ്റേ എല്ലാം കൂടെ കണക്ക് പോയി വരുമ്പോ സത്യം ഇവിടെ ഓടിക്കാൻ തന്നെ നല്ലത് ബുള്ളറ്റിന്. കുഴപ്പമില്ല. ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉമ്മ ഇവിടുന്ന് പറയുന്ന കേട്ടല്ലോ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ അമ്മ പറയും. ഞാൻ എന്തോന്ന് പറയാൻ എങ്ങനെയൊക്കെ വിളിക്കുന്നേ. ഒരുപാട് മാറ്റങ്ങളുണ്ടായി 10 വർഷം. പണ്ടത്തെ 8 വയസ്സിലെ അൽസാബിത്ത് അല്ല, 8 വയസ്സിലെന്ന് പറയുമ്പോ 3ാം ക്ലാസ്സില് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാ. 10 വയസ്സേക്ക് വിവരം ഇല്ലെങ്കിലും അവിടെ ഇരുന്നാ പോരായിരുന്നു. ചായ മേടിച്ച് തന്നെയാണോ? നമ്മുടെ കണ്ണഞ്ചേട്ടൻ പറയും. അതുപോലെ നമ്മുടെ ഇവിടെ സിന്ധു ചേച്ചിയുണ്ട്. ചേച്ചി പറയും ഇവൻ നീളം വെച്ച് വയസ്സും കൂടിയതുള്ളൂ, ഇപ്പൊ അല്ലാതെ ഒരു വളർച്ചയില്ല, സ്വഭാവത്തിനൊരു മാറ്റമില്ലെന്ന്. കാരണം എല്ലാരോടും ഇയാള് മിങ്കിൾ ചെയ്ത്, അതായത് എത്ര ഉള്ളിൽ എന്തുണ്ടെങ്കിലും അറിയത്തില്ല. വിഷമമാണോ അല്ലെങ്കിൽ ശരിക്കും സന്തോഷമാണോ അറിയില്ല. എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇയാള് അത് കാണിക്കില്ല, പ്രകടിപ്പിക്കില്ല. എപ്പോഴും ഈ ഒറ്റ മോടാ. അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും ആണോന്നോ 1000 തവണ പറയേണ്ടി വരും. പിന്നെ നമ്മള് അന്നത്തേന്ന് പറഞ്ഞാൽ 0 എന്ന് പറയും. 0 എന്നുള്ളതല്ല, മൈനസ് എന്ന് പറയേണ്ടി വരും. മൈനസിന്ന് വന്ന് 0 വന്നിട്ട് എല്ലാവരും 0 നിന്നാണ് ഉയരുന്നത്. നമ്മൾ മൈനസ് ആയിരുന്നു, ഒന്നുമില്ലായ്മയുടെ ബാക്കിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ 0 വന്നിട്ട് 0 പിന്നെ ഓരോ പടിയായിട്ട് ഉയർന്നു വന്നവരാ. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടം ഇയാൾക്കറിയാം. അതുകൊണ്ടാണ് ഇയാൾ വിവാഹക്കാരിയൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് മെച്യൂർഡായിട്ടുള്ള ആൾ വേണം എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം ആ കുട്ടിക്ക് അറിയണമെന്നില്ല, വരുന്ന കുട്ടിക്ക് അറിയണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവസാനം നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞല്ലേ കാറിന്റെ കേസ് പറഞ്ഞല്ലേ, നമ്മൾ പോയി വില നോക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ചുമ്മാ വിലയ്ക്ക് നോക്കണേ തന്നെ, അപ്പൊ നമുക്ക് വേഗമില്ല. അതായത് നമ്മുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അത് തകർന്നു പോകാതെ മുന്നോട്ട് പോകണം. ആ ഒരു പേസിൽ നിൽക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു വിക്ടിം ആയവരല്ലേ, അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു ഒരാളല്ലേ ഞാൻ. അപ്പം നാളെ അതങ്ങനെ ഉണ്ടാവരുത്. ആ ഫാമിലി ബന്ധം ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ അടിക്കും. എന്തോ നോക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഇവിടെ ഫസ്റ്റ് മറ്റേ ഇവിടുത്തെ വൈഫൈ കട്ട് ചെയ്യണം, അപ്പൊ നെറ്റ് കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് അവനങ്ങനെ ഏത് കുട്ടി വേണം ആ ഒരു ടെൻഷനുണ്ട് പുള്ളി. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുമ്പോ മറ്റേത് വരും, ഓ അവ ഇപ്പോഴേ പെണ്ണ് നോക്കണേ എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട, അത് ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞോണ്ട് ഇനി അത് വരില്ല പറഞ്ഞു. അതൊക്കെ നമ്മുടെ ലൈഫിൽ അതൊക്കെ വരേണ്ട സമയത്ത് വന്നോളൂ. ഇല്ല പറഞ്ഞു കേട്ടിട്ടില്ല, എന്തോ ഓട്ടോ പിടിച്ചാലും വീട്ടിൽ വരും. അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളൂ. ഇപ്പൊ തന്നെ നമ്മുടെ അഖിലേട്ടൻ അതായത് ഉമ്മയുടെ ഒരു സങ്കല്പം എങ്ങനെയായിരിക്കണം മരുമകൾ? ഇപ്പൊ പറഞ്ഞു ഫാമിലിയുടെ സങ്കല്പം ഒന്നും, നമ്മുടെ പഴയ സങ്കല്പവും ഇപ്പോഴത്തെ സങ്കല്പം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഉണ്ടോ? രണ്ടുപേരുടെ അടിയില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു പോകണം. അതായത് വരുന്നവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. സന്തോഷത്തോടെ സ്നേഹത്തോടെ രണ്ടുപേരും ജീവിച്ചു പോവുക.
വേറെ അല്ലാതെ ഒരു സങ്കല്പവും എനിക്കില്ല. പിന്നെ ഇച്ചിരി വല്ല അക്ഷരാഭ്യാസം ഉള്ളതായിരിക്കണം, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. കാരണം അവന് ലൈഫിൽ എന്താ എല്ലാ സാഹചര്യങ്ങളും കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഏത് സാഹചര്യത്തിലും പിടിച്ചിരിക്കും. ഇല്ലായ്മ വന്നാലും ഉള്ളത് വന്നാലും പിടിച്ചു നിൽക്കും. അതായത് എങ്ങനെ വീണാലും 4 കാലേ വീണോളും എന്നുള്ള രീതി. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥിര വരുമാനമൊന്നും ആയിട്ടില്ലല്ലോ. ഉപ്പുമുളകും ചെയ്യുന്നു, സിനിമകൾ വരുന്നു, ഇപ്പോഴും 3-4 പ്രൊജക്റ്റ് പറഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ, സ്റ്റോറികളൊക്കെ പറഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഞാനിപ്പം അതൊരു സൈഡിൽ വെച്ചേക്കാനാണ് പറഞ്ഞേക്കുന്നത്, അഭിനയം എന്ന് പറയുന്നത്. ബാക്കി പഠിത്തം കൊണ്ടുപോയിട്ട് അവിടെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുക, അതിനുശേഷം ഒരു ഫാമിലി. അതിനുള്ള ആയില്ലല്ലോ, 18 ആയല്ലോ. കാരണം 10 വർഷം കഴിയുമ്പം ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡും ഒക്കെ മാറത്തില്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, 10-15 വർഷം ഉണ്ടല്ലോ അതോട്ടെ. എന്ത് പറഞ്ഞാലും അതിന്റെ തലക്കാണ്. ആരെങ്കിലും തലക്ക് വെക്കണം. ഇത് മറ്റേ കട്ട മറ്റേ ഏഷ്യാനെറ്റ് സീരിയലും കട്ട സീരിയസ് ആയിട്ട് പോകണം. ഞാൻ 10 വർഷം കഴിയുമ്പം എത്ര ഇപ്പൊ 90% പെൺകുട്ടികളും കല്യാണം വേണ്ടാന്നും പറഞ്ഞ് നടക്കുന്ന കുട്ടികളാണ്. ഞാൻ ചോദിക്കുന്ന ഏത് കുട്ടിയോട് ചോദിച്ചാലും പറയാം, ഏയ് ആന്റി വേണ്ട ആന്റി, ഞങ്ങളിങ്ങനെ പോട്ടെ. നമ്മളതിനൊന്നും പറയാറില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല 10 വർഷം കഴിയുമ്പോ വിവാഹ സങ്കല്പമേ എടുത്ത് മാറിയോ. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനിയുള്ള കാലഘട്ടം എങ്ങനെയാണോ അതനുസരിച്ച് ജീവിച്ചു പോവുക. അപ്പൊ അടുത്തത് വിട്, അടുത്തത് പിടി. ഓക്കെ, ഇപ്പം ചെറുതിലേ മുതല് ഇപ്പം ഉപ്പുമുളകും സെറ്റിലേക്ക് വരുമ്പോഴാണെങ്കിലും അവിടെ ഒരു അമ്മയുണ്ടാവും, വീട്ടിൽ പോകുമ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ട്. അപ്പൊ എങ്ങനെയാണ് സെറ്റില് ആദ്യം മുതലേ പോവാറുണ്ടല്ലോ? ഇപ്പൊ എല്ലാവരും ഇപ്പൊ പോവാറില്ല. വലുതായി, മീശയായി, താടിയായി. ഞാൻ ഇനി അവിടെ പോയിട്ട് അതുകൊണ്ടൊന്നുമല്ല, അവിടെ വന്നിരുന്ന ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിട്ട് മലപ്പുറം വരായിരിക്കണേ കള്ളി, അല്ലാതെ വരായിരിക്കണല്ല. ഭയങ്കര ചൂടൊന്നും അവിടെ വന്നിരുന്ന സെറ്റ് നീയൊക്കെ സീൻ എടുക്കുന്ന സമയത്ത് ഫാൻ ഓഫ് ചെയ്യും. പിന്നെ ഞാൻ ഇരുന്ന് ചൂടെടുക്കണം, എനിക്കൊന്നും വയ്യ, ഞാനൊന്നും ഇല്ല. അതൊരു ബാഹ്യമായ ഘടകം വേണേ പറയാം. വേറൊരു ഘടകം കൂടി ഉണ്ട്. ഇന്ന് ലക്ഷ്മി ബാലസുബ്രഹ്മണ്യാണ്, നാളെ മെർലിനാ, മറ്റന്നാളെ അലീന, അത് കഴിയുമ്പോ അടുത്ത ഹരിത. ഇതെല്ലാം അഭിനയിക്കുന്നതിന്റെ പ്രേമ സീനാണ്. ഞാനവിടെ ഇരുന്നിട്ട് ഇനി വെറുതെ ഞാൻ നിന്ന് മരിക്കണേ, അതൊന്നും കാണാൻ വയ്യ. എപ്പോഴും ആർക്കായാലും ഇപ്പൊ കുട്ടികൾക്ക് പേരൻസ് ഇരിക്കുമ്പോ ചിലപ്പോ ഒരു എക്സ്പ്രഷൻ ഇത് വരുമല്ലോ. അപ്പൊ ഞാൻ വരുവോ? ഇല്ല, വരില്ല. എനിക്ക് അമ്മ അച്ഛൻ അടുത്തോന്നിരിക്കുമ്പോ വരുമോ? വരുമോ? അച്ഛാ അമ്മ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. ഓക്കെ. പിന്നെ കോവിഡിന് ശേഷമാണ് ഞാൻ അങ്ങനെ, കോവിഡ് ആയപ്പോഴത്തേന് കുറച്ച് പേരെയൊക്കെ ഇതായി. പിന്നെ ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ തനിയെ പോകും, തനിയെ വരും, കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യും. നമ്മള് കുറച്ച് തനിയെ വിടണം, തനിച്ച് ജീവിക്കണ്ടേ. എപ്പോഴും അമ്മയെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്നാ മതിയോ? എന്നെ ചവിട്ടി ഇറക്കി വിടാനാണോ എന്നൊരു ശരിക്കും ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മകനാണ്. ആണോന്നോ പറയാൻ പറയണം. എങ്ങനെ ഇരിക്കണേ? എനിക്കതൊക്കെ ഇഷ്ടം. ഇരുന്ന് ഈച്ചാന്റെ ഒരു ഡ്രസ്സ് ഇനി കൂടുതൽ ഞാൻ പറയണ്ടല്ലോ, ഇല്ല എടുത്തു കൊടുക്കണം. പിന്നെ അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും അങ്ങനെ ഡ്രസ്സ് എന്താ വിളിക്കണ, ഇവിടെ ഇരിക്കണ എത്ര എണ്ണന്മാര് വിളിക്കാറില്ല. ആൾക്കാർ വിളിക്കില്ല, കെട്ടാത്തവരെ തന്നെ പിന്നെ അങ്ങനെ എനിക്ക് തേക്കാന്നുള്ള നിർബന്ധമില്ല കേട്ടോ. തേക്കുക, അല്ലെങ്കിൽ അത് നല്ല കളർഫുൾ ആണോ, അല്ലെ പുറത്തിറങ്ങുമ്പോ ഭയങ്കര, അതൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്, എന്ത് കൊടുത്താലും ഇട്ടോളൂ. അതെന്താ എക്സ്പ്രഷൻ? എന്ത് കൊടുത്താലും അവിടെ ഇവിടെ ഒരു ഇത്തിരി കീറിയതാവട്ടെ, അവനൊരു വിഷയമില്ല. അല്ലെങ്കിൽ ഇച്ചിരി ഡള്ളായിരിക്കട്ടെ, അല്ലാതെ ഇട്ടാൽ നമുക്ക് ചേരത്തില്ലേ. നോ, എനിക്ക് പാന്റ് കിട്ടിയാൽ മതി, പാന്റ് ഉടുപ്പും കിട്ടിയാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും അങ്ങനെ തന്നെ, നമ്മൾ എന്തെടുത്തോണ്ട് കൊടുക്കുന്നോ അതൊക്കെ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഈ യങ്സ്റ്റേഴ്സിന്റെ ഒന്നും അത്ര വലിയ പിടുത്തമൊന്നും എനിക്കില്ല. പിന്നെ ഞാനെന്ത് കൊടുക്കും, കുട്ടികളോടൊക്കെ ചോദിക്കും ഇന്നയൊക്കെ എടുക്കട്ടെ, അവർക്ക് ഒരു പിടുത്തമില്ല. അപ്പൊ പിള്ളേര് പറയും ചേച്ചി എടുത്തു ചേച്ചി അവരിട്ടോളൂ എന്ന് പറയും. അപ്പൊ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ആൾക്കാർ പറയുന്നത് എന്താ തന്ത വൈബ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയുള്ള ഡ്രസ്സ് അവൻ അങ്ങനെ ശീലിച്ചു പോന്നു. അതാണ് അവന് പോയി ഒരു തുണിക്കടയിൽ പോയി നിന്ന് ഇന്ന ഡ്രസ്സ് ഷോപ്പിങ്ങിനൊന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പറയാം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൻ കുറെ പെടും.
കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വിടേണ്ടി വരും ലിമിറ്റ് കറക്റ്റ് ആക്കി വെച്ചിട്ട് പോക്കോ. എന്നിട്ട് എനിക്കൂടെ എടുത്തോണ്ട് വന്നോ എന്ന് പറഞ്ഞു വിടും. ഓക്കെ. ഒറ്റ ഡ്രസ്സ് പോയി സ്വന്തമായിട്ട് എടുക്കത്തില്ല. ഞാൻ എപ്പോഴും പറയാം സ്വന്തമായിട്ട് വേണം. ഹെയർ വെട്ടാൻ പോകുമ്പോ ഇപ്പോഴും നമ്മളെ വിളിക്കും, അമ്മ ഇങ്ങനെ വെട്ടട്ടെ അങ്ങനെ വെട്ടട്ടെ, സൈഡൊക്കെ എടുക്കാൻ പറഞ്ഞ ഞാനാ പറയുന്നത്. നമ്മൾ ഏത് വർഷത്തെയാ? ഇവരല്ലേ ഇപ്പോഴത്തെ പിള്ളേര്. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോത്തിനും ഓരോ സ്വഭാവമുണ്ട്. നമ്മളൊന്ന് വെട്ടിട്ട് പോകുമ്പോ ഒരു 10 എണ്ണം പറയും കൊള്ളാം, മറ്റേ 10 പേര് അപ്പുറത്തേക്ക് പറയും കൊള്ളൂല, മറ്റേ 10 എണ്ണം അപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ വെട്ടുള്ളൂ, നിനക്ക് എന്താണ് കുഴപ്പം? ചില സമയം സത്തോട്ട് ദേഷ്യം വരില്ലേ? പക്ഷെ ചില സമയത്ത് വേറെ ഉണ്ട്. ഇപ്പൊ നമ്മള് മുടി വെട്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വെട്ടി വരുമ്പോ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ചില ഞാൻ ഒന്നും പറയാറില്ല. ഞാൻ പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടിക്കോന്ന് പറയും. സ്വന്തം അമ്മ വീട്ടിൽ കയറ്റല്ലേ ഇത് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനിക്കൊന്ന് ഇനി ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരിക്കും യൂസ് ചെയ്യാത്ത. ഞാൻ പറയാം എങ്ങനെയാലും വെട്ടിട്ട് വേടാക്കും ഒരു തവണ, അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് നീ വെട്ട്. അമ്മ തന്നെ പറയൂല്ലോ, പിന്നെ കൊള്ളത്തില്ലെങ്കിൽ ഇപ്പൊ നമ്മള് കൊള്ളത്തിരുന്നല്ലേ പറയാം. പിന്നെ ഞാൻ വെട്ടിയ കൊള്ളത്തില്ല അങ്ങനെ ഇരിക്കട്ടെ. എന്തൊരു കോൺഫിഡൻസ്. നമ്മൾ കൈവച്ച നശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തുടരരുത്. അതിന് ബാർബറല്ലേ വെട്ടുന്നേ? പറഞ്ഞാണല്ലോ വെട്ടുന്നത്. അത് രസമാ. അമ്മയാണല്ലോ. ഇല്ലില്ല, ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് വെട്ടിക്കത്തുള്ളൂ. ഒറ്റ ഷോപ്പ് ഒരു മനുഷ്യൻ. പല ആൾക്കാർ കയറി ഇറങ്ങി കഴിഞ്ഞാൽ വേറെ മറ്റേ പൂരപ്പുറമ്പല്ലേ പോകും, ഒരുമാതിരി ഇരിക്കും. ഒരാളെ വെട്ടും ആ കട്ട് ചെയ്തിരുന്ന പുള്ളി ഇല്ലെങ്കിൽ വെട്ടൂല, തിരിച്ചു വന്ന് പറയും പുള്ളി വന്നിട്ട് വെട്ടാന്ന് പറയും. കാരണം പുള്ളി എടുത്താകുമ്പോ പോയി ഇരുന്ന് കൊടുത്താൽ മതി, പുള്ളിയെ വെട്ടിക്കും. അനിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥിരം ലോൺ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടല്ലേ നമ്മൾ ലോണൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അടുത്ത ഒരുത്തനെ വിളിച്ചിട്ട് അതിന്റെ അടുത്താണ് വേറൊരുത്തനെ വിളിക്കില്ല. അപ്പൊ അവൻ വരുമ്പോൾ 110 കുറ്റം പറയും, ആ പുല്ലിൽ അവിടെ വെട്ടിയത് ശരിയല്ല, ഇവിടെ വെട്ടിയത് ശരിയല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പൊ അൽസാബിത്ത് തന്നെ തമാശക്കായിട്ടാണെങ്കിലും പറയുന്നുണ്ട് തന്ത വൈബ് എന്ന്. ഞാൻ പറയും ഈ ഇന്റർവ്യൂവിന് ശേഷം ഒരാൾ ഇനി അത് പറയില്ല. ഇന്റർവ്യൂ എടുത്തവരെല്ലാരും ഇത് തന്നെ പറയും. പക്ഷെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് സീരിയസ് ആയിട്ടൊന്നും തോന്നാറില്ല. പിന്നെ ഇവന് മെച്യൂരിറ്റി ഉണ്ട്, അത് കറക്റ്റാണ്. എന്ന് വെച്ചിട്ട് യങ്സ്റ്റേഴ്സിന്റെ ഒരു എന്താ ടേസ്റ്റുകളും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് അവനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. എന്നെ പറ്റി അറിയാവുന്നവർ പറയും അവൻ പൂക്കി. അങ്ങനെയില്ല, അതായത് പണം ചെലവാക്കുന്നവനറിയാം എന്തിനു ചെലവാക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ചിലർ ഒരു പണിയില്ല വെറുതെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കമന്റ്സ് ഇടും. നെഗറ്റീവ് കമന്റ്സ് നല്ലപോലെ ഇടും. അപ്പൊ അവൻ തന്നെ ചോദിക്കും, അവൻ എന്നോട് ചോദിക്കും, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതുകൊണ്ട് അവന് ചിലപ്പോൾ ഭയങ്കര മനസ്സന്തോഷമായിരിക്കും. എന്ത് മാനസിക സന്തോഷം കിട്ടുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ അത് കാണുന്ന എത്ര പേർ മനസ്സ് വേദനിക്കും അതവൻ ചിന്തിക്കുന്നത്. ഇടുമ്പോ ഇപ്പൊ നമ്മള് നമ്മളോട് ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ ഇടാം. ഇപ്പൊ നമ്മള് അത്ര ധാരണമാണെന്ന് വിചാരിച്ചോ, എന്തിനാ ഇത് അല്ലെ കണ്ടിട്ട് അവനങ്ങ് പോയാൽ മതി, പോയാലും മതി. നല്ല അടി വന്ന് തെറി വിളിക്കുമ്പോ നോർമൽ പച്ചത്തെറിയാണ് ചില സമയം എഴുതണം, നമുക്ക് വായിക്കുമ്പോ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ സെൻസർ പോലും ഇടാതെ വിളിക്കുമ്പോ ആലോചിച്ച് നോക്ക്. ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോൾ പ്രായമുള്ളവരായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇവൻ വളരെ സെൻസിറ്റീവ് അല്ലെ സെൻസോടുകൂടി മറുപടി പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഈ തന്തവൈബ് എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി വേണം കുട്ടികളായ. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ മെച്യൂരിറ്റി വേണം. നമ്മൾ തന്നെ ഡെയിലി എല്ലാം കാണുന്നുണ്ട് ന്യൂസ്. അതായത് സ്വന്തം ഫാമിലിയെ പറ്റി ആദ്യം നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം അല്ലേ. ഉണ്ടെങ്കിൽ തെറ്റുകളിലേക്ക് പോകത്തില്ല കുട്ടികൾ. അവനവൻ്റെ ലൈഫിന് വേണ്ടിയല്ലേ പേരൻസ് പറയുന്നത്. ഇപ്പം വീട്ടിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ ഇയാൾ നല്ലതായിരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ പറഞ്ഞത്, ഇയാൾ മോശമായിട്ട് പോകാൻ വേണ്ടി പറയൂ ഇല്ല. പക്ഷെ അത് ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കത്തില്ല. അതായത് പേരൻസ് ശത്രുവാ, ഒരു ഏജിൽ പേരൻസ് ഭയങ്കര ശത്രുവാ. അതവരുടെ ഏജിന്റെ പ്രശ്നമാണ്, ഹോർമോൺ ബാലൻസ്. പക്ഷെ അപ്പോൾ അവർക്ക് കുറച്ച് സ്പേസ് കൊടുത്താൽ മതി, അവർ പറഞ്ഞാൽ മതി. അതാ ചെറുതിലെ മുതലേ അവരെ അങ്ങനെ വളർത്തി. ഇപ്പൊ തന്നെ മുടിയുടെ കാര്യം അപ്പോ ഇപ്പൊ അവനെന്ന് പറഞ്ഞാൽ അവന്റെ ജീവിത സാഹചര്യം വേറെ ആയിരുന്നു. അവൻ അങ്ങനെ വളർന്നു വന്നുകൊണ്ട് അവനാണ് വീട്ടിലെ ഗൃഹനാഥൻ. അപ്പൊ അവനാണ് വീട്ടിലെ തന്ത. എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഒരു ഡയലോഗ് ഞാൻ എവിടെയോ പറഞ്ഞത് ഓക്കെ. ഇപ്പം ഒരു സിംഗിൾ പാരന്റിങ് ആയിരുന്നല്ലോ. അതെ, എനിക്ക് ആക്ച്വലി അത് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റും. എന്നാലും എങ്ങനെയായിരുന്നു ആ ഒരു നമ്മുടെ ആ ഒരു സമയത്ത് ഉപ്പുമുളക് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു സംഭവം അല്ലായിരുന്നു.
അത് ലൈഫിൽ ഭയങ്കര വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും വലുതെന്നൊന്നും പറഞ്ഞാൽ പോരാ. ഞങ്ങള് മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയും. ഞാൻ മരിക്കാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആളാണ്. അത് പലതിലും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ പിന്നെ അത് ഹൈലൈറ്റ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ കാര്യമില്ലല്ലോ. അന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. നല്ല കുറച്ച് കടങ്ങൾ, ഓൾമോസ്റ്റ് ഒരു 12 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. 25 ലക്ഷം ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും 25 ലക്ഷം ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ടോട്ടലി ഒരു 12 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. വീടിൻ്റെയും പുറത്തുള്ള കടങ്ങളും എല്ലാം വീടി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അന്ന് ആദ്യം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോസ്റ്റ് ഓഫീസിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് കുട്ടിക്കലവറയിൽ വരുന്നത്, ഫ്ലവേഴ്സിൽ. അപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കലവറയിലേക്ക് പോകുമ്പോൾ പോകാൻ വണ്ടിക്കൂലി പോലും ഉണ്ടായിരുന്നില്ല. 100 രൂപയുടെ 10 ഉടുപ്പ്, അതായത് ഓരോ എപ്പിസോഡിനും ഓരോ ഡ്രസ്സ് വാങ്ങിയിട്ടാണ് നമ്മൾ കുട്ടിക്കലവറ ഫ്ലവേഴ്സ് ചാനലിലേക്ക് വണ്ടി കയറുന്നത്. അപ്പോഴെനിക്ക് ആ ജോലി, ചെറിയ ജോലിയുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസിൽ. പിന്നെ അവിടുന്നാണ് ഉപ്പുമുളയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് വീട് ജപ്തിയുടെ വക്കിലേക്ക് എത്തി. പിന്നെ ലൈഫ് നമുക്കെല്ലാം തിരിച്ചു തരിക എന്ന് പറയത്തില്ലേ, അങ്ങനെ പതിയല്ലേ ഉറുമ്പ് അരിമണി ശേഖരിക്കുക എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ വെച്ചാണ്. അതല്ല ഞാൻ പറഞ്ഞത്, എല്ലാം അവൻ, അതായത് സ്വന്തം വീട്ടിൽ നിന്നും ഞങ്ങൾ വാടകയ്ക്കൊരു വീട് എടുക്കാൻ പോലുള്ള വഴി നമുക്കില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞതാണ് ഞാൻ പറയും മൈനസ് എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ നിന്ന് വാടകയ്ക്ക് മാറണമെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് കൊടുക്കണം, അവിടെ മാസം വാടകയും കൊടുക്കണം, അതിനുള്ള വരുമാനം ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കയറി വന്നതുകൊണ്ട് പിന്നെ ഉപ്പുമുളകിൽ കയറി രണ്ടാമത്തെ ഷെഡ്യൂളായപ്പോൾ വീടിൻ്റെ കടം വീട്ടി. അതായത് 9 വയസ്സിൽ വീടിൻ്റെ കടം വീട്ടിയ ആളാണ്. പിന്നെ ഇപ്പം ബൈക്ക് വാങ്ങിയത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ ആഗ്രഹമാണ്. 18 വയസ്സിൽ അവൻ്റെ കാശാണ്, അവൻ്റെ പൈസയിൽ 18 വയസ്സിൽ 1 രൂപ ലോണില്ലാതെ അവൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ കാശിൽ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് ബൈക്ക് എടുത്ത് കൊടുത്തത്. സാധാരണ പിള്ളേർ വീട്ടിലടിയാണ്, അമ്മ ബൈക്ക്. ഞാൻ എൻ്റെ കാര്യം വേണ്ടിയിട്ടില്ല. ഞാൻ മറ്റേ ഇത് വെച്ചോണ്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയും ചെയ്തായിരുന്നു, വണ്ടിയുടെ EMI ഉണ്ട്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബൈക്ക് കൂടെ എടുത്തു കഴിഞ്ഞാൽ അവസാനം തെയ്യും, വേണ്ട ആവശ്യമില്ല, അത് അടച്ച് കഴിഞ്ഞിട്ട് 2-3 വർഷം വേണ്ടതെന്ന് ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് മക്കളടാ ഇനി ഒന്ന് വന്ന വീട്ടിലോട്ട് വന്നേ, ചിങ്ങമാസം 1-ാം തീയതി ഷൂട്ട് അവിടെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് തന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാൻ പറഞ്ഞിട്ട് അത് പോയിപ്പോ അപ്പത്തോടെ ഉപ്പുറമ്പാളുടെ സൈഡിലോട്ട് പോട്ടെ, അതുകൊണ്ട് അങ്ങോട്ട് നിർത്തും. റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഞാൻ തന്നെ ഈ ബുള്ളറ്റ് എടുത്തു. ഇല്ല, എന്റെ കൈ നിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, എടുത്തു. ഇയാള് ധൈര്യമായിട്ട് എവിടെ മറ്റേ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രം ഇത് ഓടിച്ച ഞാൻ അതായത് അവനിലുള്ള എന്റെ വിശ്വാസമാണത്. അവനത് ഓടിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുള്ളൂ. ലൈസൻസ് കിട്ടി കഴിഞ്ഞതിന് ശേഷം കേട്ടോ. സത്യം പറഞ്ഞ വണ്ടി മേടിച്ച് വണ്ടി ഞാൻ ഷോറൂമിൽ എന്റെ വീട്ടിലോട്ട് എത്തിച്ചതിന് ശേഷമാണ് അതിന്റെ ഫസ്റ്റ് ഗിയർ ഒക്കെ ഞാൻ പഠിച്ചത്. അതുവരെ ഞാൻ സെക്കൻഡ് ഗിയറിലിട്ട വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. മറ്റേ എനിക്ക് പറഞ്ഞു തന്നു, പക്ഷെ എനിക്ക് കൊണ്ട് കൺവേ ആയില്ല. ഞാൻ നേരെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ടിരുന്നത്, ഞാൻ പിന്നെ താഴോട്ട് ഇടുന്നുണ്ട്. കാരണം സ്കൂട്ടറായിരുന്നു ഓടിച്ചു പഠിച്ചേ. ടെസ്റ്റിന് ബൈക്ക് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എങ്കിലും അങ്ങോട്ട് വലുതായിട്ടൊരു ഇതായിട്ടില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് ഒരു സെക്കൻഡ് എടുത്താൽ മതി, എന്നിട്ട് കൈ തെളിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചില ആഗ്രഹങ്ങളുണ്ടല്ലോ, അതെനിക്കൊരു വലിയൊരു ആഗ്രഹമാണെന്ന് തന്നെ വെച്ചു. അതായത് ഇവൻ അന്ന് വീടിന്റെ കടം വീടിയ ഒരു സമയത്ത് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിയ സമയത്ത് തന്നെ മനസ്സിനകത്തുണ്ടായ ഒരു ആഗ്രഹമാണ് 18 വയസ്സാകുമ്പോൾ ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ ഒരു ബൈക്ക് വാങ്ങിച്ചു, ബുള്ളറ്റൊന്നുമില്ല, ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അപ്പോൾ എല്ലാവരും 200 ആ ഒരു CCക്ക് താഴെയുള്ളത് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴൊന്നും എനിക്ക് അങ്ങോട്ട് ഒന്നും ഒരു കൺവേ ആവുന്നില്ല. അങ്ങനെ പിന്നെ പോയി റോയൽ എൻഫീൽഡ് പക്ഷെ ഇപ്പോ എന്താ പറയണ്ടേ, പറഞ്ഞു 2 ആഴ്ച സമയം ഞാൻ തരും, വൃത്തിക്ക് ഓടിച്ച് പഠിച്ചോണം, അത് കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കയറിയിരിക്കും. അതായത് നമ്മുടെ അവിടെ സെറ്റ് വരെ കൊണ്ടുപോകും, സെറ്റ് ചെയ്ത് തിരിച്ച് വീട് വരും. അതായത് 100 മീറ്റർ അങ്ങനെ ഓടിച്ച് കൈ തെളിയിച്ച്. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും വലിയൊരു കാര്യം പറയാൻ അനുസരണ ഉണ്ട് കേട്ടോ. ഇതുവരെ ഇനിയുള്ള കാര്യം അറിയില്ല. അതെ, അതൊരു അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ
അത് എടുക്കും, പോസിറ്റീവ് എടുക്കും. അത് ഞാൻ ചെറുതിലെ തൊട്ട് പറഞ്ഞു കൊടുത്തത് ചിലപ്പോൾ കേട്ടതാണോ പഠിച്ചാണോ എന്ന് പറഞ്ഞത്. ഞാൻ പറയാം, ആര് മുതിർന്നവർ പറഞ്ഞു തന്നാലും അതിലെ പോസിറ്റീവ് എടുക്കണം, നെഗറ്റീവ് നീ കളയണമെന്ന് പറയും. അപ്പോൾ പലരുമായിട്ടുള്ള സഹകരണമാണ്. അവിടെ ആയാലും യങ്സ്റ്റേഴ്സ് മാത്രമല്ല, വലിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഞാൻ A to Z കാര്യങ്ങൾ പറയും. അതായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ തമ്മിലൊരു അടുപ്പത്തിന് കാരണം. ഫിനാൻഷ്യലായാലും ഇപ്പം ചിലപ്പം വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് മസ്താനിക്ക് അറിയണമെന്നില്ല. എനിക്കറിയാം, എല്ലാം ഒന്നും അറിയണമെന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. അതേസമയം നമ്മുടെ കൂടെയുള്ള കുട്ടികളോട് പലരോടും ചോദിച്ചാൽ വീടിന് ഹോം ലോൺ ഉണ്ടോ? അയ്യോ അറിയത്തില്ല. വീട് വെച്ചോ? വീട് ഞങ്ങൾ ഈ ഇടയ്ക്ക് വെച്ചു. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വീട് അതറിയത്തില്ല. ഈ വസ്തു അതറിയത്തില്ല. അതായത് അവർക്കൊന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയോ അറിയാം. അച്ഛനല്ലേ അമ്മയ്ക്ക് എവിടെയാ ജോലി അത് ചിലപ്പോൾ അറിയായിരിക്കും. എന്നാലും ഓൾമോസ്റ്റ് എത്ര ഒരു ഉദ്ദേശം ഒരു സാലറി കാണും അറിയില്ല. സാലറിന്ന് വല്ല ലോൺ ഉണ്ടോ, അത് കട്ടിങ് ഉണ്ടോ, ഇതൊന്നും അറിയില്ല. അല്ലെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ, വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടോ ഇല്ലയോ, ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ ചെറുതിലെ മുതലേ ഉള്ളതും ഇല്ലായ്മയും അറിഞ്ഞ് വളർത്തുക. അപ്പോൾ അവരൊരിക്കലും തെറ്റിലോട്ട് പോകത്തില്ല. പെട്ടെന്ന് ചിന്തിക്കും, നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ അല്ലെ സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ ആരാണേലും അത്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമമായിരിക്കും ആദ്യം ആലോചിക്കുന്നത്. പിന്നെ കൂടുതൽ പുന്നാരിച്ച് വളർത്തുന്ന കുട്ടികളാണ്. പുന്നാരിച്ചോ, നമ്മുടെ മക്കളെ നമ്മളെ ഉള്ളൂ പുന്നാരിക്കാൻ. അതെ അല്ലേ, വേറെ ആരും മുന്നേറിക്കാനില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സുഖമേ ആണായാലും പെണ്ണായാലും ഉള്ളൂ, വേറൊരിടത്തോട്ട് പോയാൽ കിട്ടത്തില്ല. അത് 101% ഉറപ്പാ. അത് നമ്മൾ ചെയ്തു. അതായത് ഒരു കൈ കൊണ്ട് തല്ലുകയും വേണം, ഒരു കൈ കൊണ്ട് തലോടുകയും വേണം. അപ്പൊ ശരിയാവും. ഇപ്പൊ അതായത് ഇപ്പൊ ഒരു സിംഗിൾ പേരന്റ് വളർത്തുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പം അച്ഛൻ മാത്രമാണെങ്കിലും അമ്മ മാത്രമാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ നമുക്ക് ആ ഒരു ആള് മാത്രമായിരിക്കും. ആ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ അച്ഛനായിട്ടും അമ്മയായിട്ടും നിന്ന ഒരാളല്ലേ അമ്മ. എന്താ പറയണല്ലോ ഇത്രയും ഇതുവരെ എത്തിച്ചതില് ഞാൻ തീർക്കട്ടെടാ. ഇതുവരെയുള്ള സ്റ്റേജില് ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ചതും ഉമ്മ ഇങ്ങോട്ട് തന്ന കുറെ കാര്യങ്ങളുടെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ നിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോ അത്രയും ഒരു ബാക്ക് ബോൺ ആയിട്ട് ഇതുവരെയുള്ള ജേർണിയിൽ ഉണ്ടായതും ഉമ്മയാണ്. ഉമ്മയായിട്ടും വാപ്പയായിട്ടും എല്ലാം ആയിട്ട് നിന്നത്. അപ്പൊ ആ ഉമ്മേനോട് ഈ ഒരു സ്റ്റേജിൽ എന്താ പറയാനുള്ളത്? പറയുന്നതിന് ഞാൻ തന്നെ ഇല്ലേ. എന്നാലും നമ്മൾ ഒരാളോട് പറയുന്നതാണോ പ്രവൃത്തിയാണോ വലുത്? പ്രവൃത്തിയല്ലേ വലുത്. ഇപ്പൊ പറഞ്ഞ ആൻസർ എന്ന് പറയണോ, നമ്മൾ എന്താണ് അത്ര അനുസരിക്കുന്നത്? നമ്മൾ ഇത്ര നേരം നോക്കി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ കൂടെ ഇത്രയും കാലം നിന്നൊരാള് അല്ലെങ്കിൽ അമ്മ എന്ന് പറയുമ്പോ എന്ത് തേങ്ങ ഞാൻ പറയണത്. ഇപ്പൊ എനിക്ക് തിരിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും. അതാണ് അവൻ എനിക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അവന് പറയാൻ അറിയില്ലെങ്കിലും ഞാൻ പറയാം. അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാൻ ദേഷ്യപ്പെട്ട എന്തിനാ അമ്മ ദേഷ്യപ്പെട്ടെന്ന് പുള്ളിക്ക് അറിയാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ ചില സമയം വേറെ എന്തെങ്കിലും റീസൺ. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പം നിലവിൽ നമ്മൾ ഒരാളുടെ 5 രൂപ കടം മേടിച്ചു, അല്ലെങ്കിൽ 5000 രൂപ കടം മേടിച്ചിട്ട് കൊടുക്കണം. വാക്ക് പറഞ്ഞും പോയി ഇന്ന് കൊടുക്കണമെന്ന് മറ്റേ ആണല്ലോ, ഒരുമാതിരി ഫണ്ടും വന്നില്ല, അവിടെ ഇവിടെയൊക്കെ ചിലപ്പം നമ്മൾ സ്പ്രണ്ടായി പോകുമല്ലോ ഇങ്ങനെ. അപ്പോൾ ആ കാര്യം ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കാണിക്കില്ല. ഇല്ലെങ്കിൽ ഇടാ ചായ ഇട്ടുകൊണ്ട് വരാൻ പറയുമ്പോൾ കടുപ്പം കൂടുമോ ഓരോ എന്തെങ്കിലും സംഭവിക്കും. എന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടും. അപ്പൊ എനിക്ക് മനസ്സിലാവും മറ്റേ വീട്ടില് നമുക്ക് ഉള്ളിലൊരിതുണ്ടെങ്കിൽ സംഭവം അതാണ് പുള്ളി ഉദ്ദേശിച്ചത്, കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അയാളെ സൈലന്റ് ആവും. നമ്മൾ നിന്ന് കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ എടാ അതെ നമ്മള് മറ്റേ ആ പ്രശ്നമില്ലായിരുന്നു, ആള് തന്നെ മറന്നു പോകും അങ്ങോട്ട് സംഭവം ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ തന്നെ പറയും ഇന്നതുകൊണ്ട് ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് ടെൻഷനായിട്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് നീ വന്നത്. അപ്പൊ പറയാം എനിക്ക് മനസ്സിലായെന്ന് പറയും. മനസ്സിലായല്ലോ, അത് വേണം നമ്മുടെ കുട്ടികള് മനസ്സിലാക്കേണ്ടത്. അതായത് എന്ത് ഫീലിങ്സ് ആണ് അപ്പനും അമ്മയ്ക്കും ഉള്ളതെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. കുട്ടികളുടെ ഫീലിങ്സ് അപ്പനും അമ്മയും മനസ്സിലാക്കണം. ശരി,
ഞാൻ അങ്ങോട്ട്. ഞാനെന്നാ അങ്ങോട്ട്. നല്ലൊരു ശാന്തിയുടെ സമാധാനത്തിന് ത്യാഗത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാനും എന്റെ അമ്മയും പറയാണ് ടാറ്റാ. ഓക്കെ, അമ്മ കഴിഞ്ഞിട്ടില്ല അവിടെ ഇരിക്കും. ലൈഫില് ഈ ഒരു കാര്യം എപ്പോഴും നീ ജീവിതത്തിലുടനീളം കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു അഡ്വൈസ് എന്താ? എല്ലാവരുടെയും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. ഇല്ല, ഒരു 3 കാര്യം പറഞ്ഞുകൊണ്ട് പറയടാ മര്യാദക്ക്. നീ നോക്കട്ടെ, ഓർമ്മ വിദേശ സാധനം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി, നീ പറ. അതായത് സമയം കീപ്പ് ചെയ്യണം. ജീവിതത്തിൽ സമയം ബ്ലഡ് അലിഞ്ഞു ചേർന്നു, അതുകൊണ്ട് അത് ചെറുതിലേ തൊട്ട് കൊടുത്ത സ്കൂളിൽ 9 മണിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈം വെച്ചേക്കുന്നത് ചുമ്മാ വെച്ചേക്കുന്നതല്ല, ആണോ? 9 മണിക്ക് ചെല്ലാനാ. അതുപോലെ ഇവരൊരു കോൾ ടൈം എന്ന് പറഞ്ഞ് വെക്കുന്നത് ചുമ്മാ വെക്കാനല്ല. അതുകൊണ്ടാണ് ആദ്യം 5 മണിക്ക് ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ സമയം 6:30 നീങ്ങിയപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ് അതിനെന്താ ഇന്റർവ്യൂ അല്ലേ വിളിച്ചു പറഞ്ഞു. ഞാൻ പറയത്തില്ല, നീ വിളിച്ചു പറയണം. ചോദിച്ചു നോക്കുക റാസിയോട്, ഇവനെ വിളിച്ചു പറഞ്ഞു. മാക്സിമം ടൈം നമ്മള് കീപ്പ് ചെയ്യുക എന്നും പറഞ്ഞാൽ നമ്മൾ ടൈമിങ്ങിന് വരും എന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരുന്ന അവസാനം നമ്മൾ 5 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് തെയ്യരുതല്ലോ. കുറച്ച് നേരത്തെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് പിടിക്കണമെങ്കിൽ പിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്ന് പറയാം. ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കും. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വരാം, ഒരു ആളെടുക്കുമല്ലോ, ഹിമാലയൻ ബ്ലോക്കാണെന്ന്. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത്, ഒന്നിനും എൻ്റെ മകനെ അഡിക്റ്റ് ആവരുത്. അഡിക്റ്റ് ആവുക എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സ്, പുക, അതൊന്നും അല്ല. റിലേഷൻഷിപ്പ്, ആൾക്കാര്, അതൊന്നുണ്ട്. റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ഡ്രഗ്സ് ഉണ്ടാവാം, സ്മോക്കിംഗ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുമല്ലോ. അതിനപ്പുറത്തേക്ക് പല പല ഐറ്റംസ് ഉണ്ട് അഡിക്റ്റ് ആവുന്നത്, അറിയത്തില്ലയോ? ഡ്രസ്സിന് അഡിക്റ്റ് ആവാം, ഗോൾഡ് ജുവലറികൾക്ക് അഡിക്റ്റ് ആവാം, മേക്കപ്പിന് അഡിക്റ്റ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് അഡിക്റ്റ് ആവാം. ഒന്നിനും. അതായത് നമ്മളായിരിക്കണം മേജർ, നമ്മളായിരിക്കണം നമ്മുടെ ബോസ്. ഞാൻ അങ്ങനെയുള്ള ഒരാൾ. ഒരു കാര്യം, അതായത് അതില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ സാധനം വരരുത് ലൈഫിൽ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പിടികിട്ടി എന്തുവാണ്. അല്ലെങ്കിൽ ചിലർക്ക് അയ്യോ ഫോണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവസ്ഥയുള്ള എത്ര പേരുണ്ട്. 1 മണിക്കൂർ ഫോൺ മാറ്റി വെച്ചാൽ ആ വീട് തല്ലി പൊളിച്ചു വെക്കും. അങ്ങനെ അതാണ് 2. 1 ടൈം കീപ്പ് ചെയ്യുക, 2 ഒന്നിനും അഡിക്റ്റ് ആവാതിരിക്കുക. പിന്നെ 3ാമത്തെ കാര്യം, എല്ലാവരെയും ബഹുമാനിക്കുക. ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ചെറിയ കുട്ടി മുതൽ ഇപ്പോൾ 1 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ അതിനൊരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലേ? പ്രായമായ ഏജായ ഒരു വ്യക്തിയായാലും ആ വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. എല്ലാവരെയും ബഹുമാനിക്കണം. ഒരു ഭിക്ഷാടനം നടത്തുന്ന വ്യക്തിയാണെങ്കിലും അവർക്കും ഒരു അവരുടേതായ അന്തസ്സും അഭിമാനവും ഉണ്ട്. ശരിയല്ലേ? എല്ലാ വ്യക്തികളെയും ബഹുമാനിക്കണം ആ രീതിയിൽ. ഇത് 3 കാര്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ആണോ ചേച്ചി? അതിനോട് ആണോ? ഇതിലിപ്പോ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനാഗുറേഷനൊക്കെ പോകുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നാലും പറയും. അപ്പം ഞാൻ ചോദിക്കും, നമുക്കറിയാലോ, ഞാൻ ചോദിക്കും എന്താണ് നീ ആ കൊച്ചു കുട്ടിയല്ലായിരുന്നു വിട്ടു? അമ്മ അവൻ ഓടി വന്നതല്ലേ അമ്മ ഫോണും. അത് വേറെ സംഭവം ഉണ്ട്. ഇവൻ നമ്മുടെ അടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഇവന് കിട്ടി, ഇല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്ക് കിട്ടി, ബാക്കി വരുന്നതിന് കിട്ടിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ തിരിച്ച് അമ്മയെടുത്ത് ചെല്ലുമ്പോൾ, അതായത് കിട്ടാത്ത അമ്മയെടുത്ത് ചെല്ലുമ്പോൾ, ഓ മറ്റേ എടുത്തല്ലേ, നിനക്കെന്തായാലും എടുത്ത പ്രശ്നം? അതാ നീ പോകത്തില്ല, നീ ബാക്കിലോട്ട് വലിഞ്ഞു കഴിഞ്ഞ് നിൽക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാവും. കണ്ടോ, അവൻ അവിടെ വരെ ചിന്തിച്ചു കേൾക്കുമെന്നറിയൂ. അല്ല, അത് ശരിയാണ്. ഞാൻ ഫോട്ടോ എടുത്ത് വിടുമ്പോ അപ്പൊ അവന്റെ സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടി, സന്തോഷമായി. എന്നാലും ഇതിനകത്ത് എങ്ങനെ പോയാലും 2-3 പേര് മിസ്സാവും. പക്ഷെ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്മൾ എല്ലാവർക്കും എടുപ്പിച്ചെടുത്ത് ഞാൻ വിടാറുള്ളൂ. ഇല്ല, മിനിമം ഞാൻ ഫസ്റ്റ് പോയി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. മിക്കവാറും എല്ലാവരും അടുത്ത് കാണും. അപ്പൊ പിന്നെ ആ പരാതി വരില്ല. പിന്നെ സിംഗിൾ ഫോട്ടോ ആയിട്ടുള്ളത് അത് വലിയ വിഷയമുള്ള കേസല്ല. അവനെ മറ്റേന്ന് വെച്ച് ഐഡിയ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഫോട്ടോ കഥ എവിടെ വരെ പോയി നോക്കി എല്ലാ കാര്യവും നമ്മൾ അങ്ങനെ ചിന്തിക്കും. ഭയങ്കരമായിട്ട് ചിന്തിക്കും. 2 ചിന്തിക്കും. നല്ലതും ചീത്തയും. പോസിറ്റീവ് ചിന്തിക്കും, നെഗറ്റീവ് ചിന്തിക്കും. അത് പക്ഷെ ഒരു നല്ലതാണ്. ഇനിയെങ്കിലും ഞാൻ ഡാറ്റ പറയട്ടെ, വേണ്ട പറയണ്ടേ? ഇനി അടുത്തുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ചോദിക്കാണ്. ഒരു നമ്മുടെ ലച്ചുടെ മാരേജ് ഉപ്പുമുളകില് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊക്കെ നടത്തി. അതേപോലെ മുടിയൻ കല്യാണം കഴിച്ചു. ഇനിയിപ്പോ കല്യാണം കഴിക്കാനുള്ളത് കേശു ആണ്. അല്ലേ പറഞ്ഞ ശിവാനി ഉണ്ട്, പാറുണ്ട്, അവരൊക്കെ കല്യാണം കഴിക്കും. ശിവാനിയാ. ശിവാനിയ. കേശുടെ കല്യാണം അതേപോലെ ഉണ്ടാവും. ഏതാ?
ഇത്രയും ഗ്രാം പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ അത്? എന്തെങ്കിലും ഒരു സൂചന? ഈ ചാനലുകാർ 10 വർഷമായി, ഇനിയെങ്കിലും അടിച്ചിറക്കി വിട്ടില്ലെങ്കിൽ അവര് മറ്റേ കലക്കി വെച്ചേക്കിയ. പിന്നെ അവരൊരു പ്രസ്റ്റീജ് ഷോ, നമ്മുടെ ചാനലിലൊരു പ്രസ്റ്റീജ് ഷോ ആണ് ഉപ്പുമുളകും. സത്യം, ദൈവമേ നന്ദി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രത്തോളം എത്തിച്ചതും നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി ആക്കി തീർത്ത ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് എവിടം വരെ ഉണ്ടാവും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ പ്രതീക്ഷയില്ലല്ലോ ഈ ഇത്രയും വരുമെന്നോ, 10 വർഷം വരുമെന്നോ, ലച്ചുവിന്റെ കല്യാണം വരുമെന്നോ. അത് ഫസ്റ്റിലാണ് 50 എപ്പിസോഡ് പറഞ്ഞ് തുടങ്ങിയൊരു പ്രോഗ്രാം ആണ്. 2000 സംതിങ് എപ്പിസോഡായി. 2000 അതായത് ഈ തമാശയാണോ? 333 എപ്പിസോഡ് ആയപ്പോ ചിന്തിക്കുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് 8 വയസ്സിൽ തുടങ്ങിയതാ. 18 വയസ്സ് കഴിഞ്ഞ്. അതിലുള്ള പല പാറക്കുട്ടിയൊക്കെ പാറക്കുട്ടി 4-ാം മാസത്തിൽ ജനിച്ചതേ അതിലേക്കാ. അവക്ക് എപ്പോ വന്നു നൂലും അവക്ക് അറിയത്തില്ല. അവള് ചില സമയം എന്നോട് ചോദിക്കും, ഈ അതൊക്കെ എടുക്കുമ്പോ ഞാൻ ഉണ്ടായിരുന്നു, നീയൊക്കെ ഉണ്ടായിരുന്നു. ആണോ? അയ്യോ. ഇല്ലേ, ബീച്ചേട്ടൻ എടുത്തോണ്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് കാണുമ്പോ അവള് തന്നെ ഞാൻ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഞാൻ പറയും ഭയങ്കര തന്തവൈബൊന്നും അധികമില്ല, ആവശ്യത്തിന് മെച്യൂരിറ്റി ഉണ്ട്. മെച്യൂരിറ്റി ഉണ്ട് ലൈഫിൽ വേണ്ടത്. അത്ര മെച്യൂരിറ്റി ഉണ്ട്, അത്ര മെച്യൂരിറ്റി കുട്ടികൾക്ക് വേണം, അതിന് കുറച്ചെങ്കിലും വേണം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇതുവരെ ഉള്ളതും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. തിരിച്ചും ഞങ്ങള് അതുപോലെ തന്നെ മസ്താനിക്കും പിന്നെ നമ്മുടെ വെറൈറ്റി മീഡിയയ്ക്കും നല്ല നല്ല കണ്ടന്റുകളും നല്ല വർഷങ്ങളുമായി മുന്നോട്ട് വിജയിച്ചു പോകട്ടെ. താങ്ക് യു. എനിക്ക് ഇഷ്ടമുള്ളൊരു ചാനലാണ്, പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്. നമ്മളിങ്ങനെ കുറ്റം പറയാറുണ്ട്. എല്ലാവർക്കും എന്താ ഒരു പുതുവത്സരാശംസ അല്ലേ? പുതുവത്സരാശംസ. താങ്ക് യു സോ മച്ച്. The flavor of India packed with love. Firas Spices.